സ്വാതന്ത്ര്യ സമര സേനാനിയായ പേട്ടന്റെ നിരപരാധി എന്ന വിധിയിൽ അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ അതിജീവിതയുടെ ഒരു കുറിപ്പ് ഇൻസ്റ്റാഗ്രാമിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് വായിക്കാമല്ലോ. നമുക്ക് വായിക്കാം. 8 വർഷം 9 മാസം 23 ദിവസങ്ങൾ. ഏറ്റവും വേദനാജനകമായ ഈ യാത്രയുടെ അവസാനം എന്നോണം വെളിച്ചത്തിന്റെ നേരിയ ഒരു കണിക ഞാൻ കാണുന്നു. പ്രതികളിൽ 6 പേർ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്നു. എന്റെ വേദനയെ നുണയെന്നും ഈ കേസ് കെട്ടിച്ചമച്ച കഥയെന്നും പരിഹസിച്ചവർക്കായി ഞാൻ ഈ വിധി സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് ഇപ്പോൾ അല്പം ആശ്വാസം കിട്ടിയിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതിലൊരു സർക്കാസവും ഉണ്ട്. പേട്ടനെ കരിവാരി തേപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞു നടന്നവർക്ക് ചിന്താശേഷി ഉണ്ടെങ്കിൽ ഒരു തിരിച്ചടി എന്നോണം, അതായത് ഈ കേസ് ഉള്ളതാണ് എന്ന് തെളിയുന്ന തരത്തിലാണ് ഈ 6 പ്രതികൾക്ക് ശിക്ഷ കൊടുത്തിരിക്കുന്നത്. അതായത് 6 പ്രതികൾ കുറ്റം ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം കിട്ടിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുന്നത് 8ാം പ്രതിയുടെ കോടതി വിട്ടയച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമായിരിക്കണം. അതുപോലെ 1ാം പ്രതി എന്റെ പേഴ്സണൽ ഡ്രൈവർ ആയിരുന്നു എന്ന് ഇപ്പോഴും പറയുന്നവരോട് അത് ശുദ്ധ നുണയാണ്. അയാൾ എന്റെ ഡ്രൈവറോ എന്റെ ജീവനക്കാരനോ എനിക്ക് ഏതെങ്കിലും രീതിയിൽ പരിചയമുള്ള വ്യക്തിയോ അല്ല. 2016 ഞാൻ വർക്ക് ചെയ്ത ഒരു സിനിമയ്ക്ക് വേണ്ടി പ്രൊഡക്ഷനിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ഒരാൾ മാത്രമാണ് അയാൾ. ഈ ക്രൈം നടക്കുന്നതിന് മുൻപോ 1-2 തവണ മാത്രമാണ് ഞാൻ അയാളെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ദയവായി നിങ്ങൾ നിങ്ങളുടെ അഭിരുചികൾക്കനുസരിച്ച് കഥകൾ പറയുന്നത് നിർത്തുമെന്ന് കരുതുന്നു. അത് കരുതിയിട്ട് കാര്യമില്ല. അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം കുറെ ആൾക്കാർ മൂടുതാങ്ങി ഓരോ കഥകൾ അടിച്ചിടും. ചിന്താശേഷിയില്ലാത്ത കുറെ മൂടുതാങ്ങികൾ അത് ഏറ്റുപിടിച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഇതുവരെ നമ്മൾ കണ്ടത്. അത് തന്നെയാണ് ഇനിയും തുടരാൻ പോകുന്നത്. അവരുടെ അമ്മയ്ക്കോ പെങ്ങൾക്കോ ഈ ഒരു അവസ്ഥ വന്നാലും അവർ ഇതുപോലെ ആയിരിക്കും നിൽക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാം. ഈ വിധി പലരെയും ഒരുപക്ഷെ നിരാശപ്പെടുത്തിയേക്കാം. എന്നാൽ എനിക്കിതിൽ അത്ഭുതമില്ല. 2020 അവസാനം തന്നെ ചില അന്യായമായ നീക്കങ്ങൾ എനിക്ക് ബോധ്യപ്പെട്ടിരുന്നു. കുറ്റാരോപിതരിൽ ഒരാളുടെ കാര്യത്തിലേക്ക് അടുക്കുമ്പോൾ, ഒരാൾ ആരാണ്? നമ്മുടെ 8ാം പ്രതി അടുക്കുമ്പോൾ മാത്രം കേസ് ഇതുവരെ കൈകാര്യം ചെയ്തു വന്ന രീതിയിൽ നിന്ന് മാറ്റം സംഭവിക്കുന്നു എന്നത് പ്രോസിക്യൂഷനും മനസ്സിലായിരുന്നു. അത് കാര്യങ്ങളെ മനസ്സിലാക്കാൻ ബുദ്ധിയുള്ള എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് വർഷമായി എനിക്ക് ഈ കോടതിയിൽ തീർത്തും വിശ്വാസമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പലതവണ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെയും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെയും സമീപിച്ചിരുന്നു. ഈ പ്രസ്തുത ജഡ്ജിൽ നിന്ന് ഈ കേസ് മാറ്റണമെന്നുള്ള എന്റെ എല്ലാ ഹർജികളും പക്ഷേ നിഷേധിക്കപ്പെടുകയായിരുന്നു. അതിന്റെ വിശദാംശങ്ങൾ ഇതിന്റെ അവസാനം ഞാൻ ചേർക്കുന്നുണ്ട്. അത് നമുക്ക് വായിക്കണം. വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിരന്തരമായ വേദനകൾക്കും കണ്ണീരിനും കടുത്ത മാനസിക സംഘർഷങ്ങൾക്കും ഒടുവിൽ ഞാനിപ്പോൾ തിരിച്ചറിയുന്നു, നിയമത്തിന്റെ മുമ്പിൽ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരല്ല. അത് വളരെ വ്യസനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഒരു പെൺകുട്ടിയാണ് നമ്മൾ അത് പറഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ പ്രിയപ്പെട്ട സ്ത്രീകൾക്ക് ഇത് സംഭവിച്ചാലും കുറ്റം ചെയ്യുന്നവൻ ഒരു പിടിപാടുള്ളവനോ പൈസ ഉള്ളവനോ ആണെങ്കിൽ നിസ്സഹായകരായി നമുക്കത് അനുഭവിക്കുക എന്നല്ലാതെ വേറൊന്നും ചെയ്യാനില്ല എന്നുകൂടി രേഖപ്പെടുത്തുന്ന ഒരു വരിയാണ് ഇത്. തിരിച്ചറിവ് നൽകിയതിന് നന്ദി. ഉയർന്ന നീതിബോധമുള്ള ന്യായാധിപന്മാർ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. മറ്റു കോടതികളിലേക്ക് പോകുമ്പോൾ അവിടെ നീതിമാന്മാരായിട്ടുള്ള ന്യായാധിപർ ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നതാണ് അതിന്റെ അർത്ഥം. ഈ യാത്രയിൽ അത്രയും കൂടെ നിന്ന മനുഷ്യത്വമുള്ള സകല മനുഷ്യരെയും ഞാൻ നന്ദിയോടെ ചേർത്ത് പിടിക്കുന്നു. അതുപോലെ അധിക്ഷേപകരമായ കമന്റുകളും പണം വാങ്ങിയുള്ള നുണക്കഥകളും ഉപയോഗിച്ച് എന്നെ ആക്രമിക്കുന്നവരോട് നിങ്ങൾ അത് തുടരുക. അതിനാണ് നിങ്ങൾ പണം വാങ്ങിക്കുന്നത്. പണം വാങ്ങുന്നവർ മാത്രമല്ല, പണം വാങ്ങുന്നവർ ഈ ഒരു കഥ അടിച്ച് വിടുന്നത് മാത്രമേ ഉള്ളൂ. കുറെ ഊളകൾ ഇവര് ഇത് വിശ്വസിച്ച് അവരെയും കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് ചിന്താശേഷി ഇല്ലാത്തതുകൊണ്ട് ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. ഇത് ഇങ്ങനെ സംഭവിച്ചു, അതിന്റെ കാരണം എന്തോ. ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമേ അതിന്റെ സത്യാവസ്ഥ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റൂ. അല്ലാത്ത പക്ഷം എന്ത് പറയാനാണ് അവരെ കുറിച്ച്. ഈ കത്തിന്റെ അവസാനം ഭാവന, നമ്മുടെ അതിജീവിതയുടെ പേര് അതേപോലെ എഴുതിയിട്ടുണ്ട്. ഇത് ഒരു അടയാളപ്പെടുത്തലാണ്. ഈ കുറിപ്പ് വായിച്ചു തുടങ്ങുമ്പോൾ അതിജീവിത എന്നാണ് തുടങ്ങിയിരുന്നത്. അവസാനിക്കുമ്പോൾ ഭാവന എന്നാണ് നമ്മൾ നിർത്തുന്നത്. ഈ കേസ് തുടങ്ങുമ്പോൾ അതിജീവിത എന്ന പേരിലാണ് ഈ കേസ് മുന്നോട്ട് വന്നത്. പക്ഷെ ഇന്ന് നമ്മൾ അറിയുന്നു ഭാവന എന്ന നടിയുടെ പേര്. ഒരുപക്ഷെ ആ ഒരു സ്ത്രീ ഫൈറ്റ് ചെയ്യില്ലെന്നും നാണക്കേട് ഭയന്ന് ഒളിച്ചിരിക്കുമെന്നും കരുതി ആ വിശ്വാസത്തിലായിരിക്കാം നമ്മുടെ ഈ ആക്രമണം നടത്തിയ ആൾക്കാർ ധൈര്യസമേതം അവരെ ആക്രമിക്കുക. അവരുടെ ഇമേജ് പോലും നോക്കാതെ, ഇതൊക്കെ പുറത്തറിഞ്ഞ നാളെ നാണക്കേടാവുമോ എന്നൊന്നും ചിന്തിക്കാതെ ഈ ആക്രമണത്തിന് ഓർഡർ ഇട്ടതും അത് ചെയ്തതും. പക്ഷേ അവർക്ക് തെറ്റി. ഏത് നിസ്സാരമായ സ്ത്രീകളും തന്റെ അടുത്തോടെ എണീക്കുന്ന നിമിഷങ്ങളുണ്ട്. ആ നിമിഷത്തിൽ കൂടെ കടന്നുപോയ ഒരു സ്ത്രീയാണിത്. എന്ത് സംഭവിച്ചാലും ഒരു സ്ത്രീ എന്ന രീതിയിൽ ഒളിച്ചിരിക്കാതെ എനിക്ക് ഒരു മോശമായ കാര്യം നടന്നു എന്നതിനെതിരെ ഫൈറ്റ് ചെയ്യേണ്ടതാണ് ഓരോ സ്ത്രീയുടെയും അഭിമാനം എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് ഈ അതിജീവിത ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിൽക്കുന്നത്. ഇനി നമ്മൾ അടുത്ത പേജിലോട്ട് കിടക്കുകയാണ്. ഈ ട്രയൽ കോടതിയിൽ എന്റെ വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമായ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് അതിജീവിത. എനിക്കറിയില്ല ഞാൻ അതിജീവിത എന്ന് പറയണോ ഇപ്പോ നായുടെ പേര് പറയണോ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ പേര് പറഞ്ഞ പ്രശ്നം അതൊന്നും അറിഞ്ഞൂടാ. അതുകൊണ്ട് ഞാൻ എന്റെ സേഫ്റ്റിക്ക് വേണ്ടി അതിജീവിത എന്ന് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ പോയിന്റുകളിലേക്ക് കിടക്കാം. ഈ കേസിൽ എന്റെ അടിസ്ഥാന അവകാശങ്ങൾ സംരക്ഷിക്കപ്പെട്ടില്ല. ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് കോടതി കസ്റ്റഡിയിൽ ഉണ്ടായിരിക്കെ 3 തവണ അനധികൃതമായി തുറന്നുവെന്നും പരിശോധിച്ചുവെന്നും കണ്ടെത്തി. അത് വളരെ മോശമായിട്ടുള്ളത്, വളരെ പേടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതായത് ഒരു സ്ത്രീയുടെ, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ ഒരു കോടതിയിലിരിക്കുന്ന സ്ത്രീയുടെ മാനമാണ് അവിടെ സേഫ്റ്റി ഇല്ലാതിരുന്നത് എന്നാണ് നമ്മുടെ അതിജീവിത ഇവിടെ പറയുന്നതിന്റെ അർത്ഥം. അടുത്ത പോയിന്റ്, ഈ കേസിൽ ആദ്യം എത്തിയ 2 പബ്ലിക് പ്രോസിക്യൂട്ടർമാർ കോടതിയിലെ അന്തരീക്ഷം പ്രോസിക്യൂഷനോട് ശത്രുതാപരമായിട്ടുള്ള പെരുമാറുന്നതായി വ്യക്തമാക്കിക്കൊണ്ട് രാജിവെച്ചു. അവർ ഇരുവരും എന്നോട് വ്യക്തിപരമായി പറഞ്ഞത് ഈ കോടതിയിൽ നിന്ന് നീതി പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ്. അവർക്ക് ഈ കോടതിയിൽ പക്ഷാപാതം ഉണ്ടെന്ന തോന്നൽ ഉറപ്പായതിനാലാണ് അത്. നമ്മൾ സാധാരണക്കാർക്ക് ചിന്തിക്കുമ്പോൾ പോലും അത് മനസ്സിലാവുന്നുണ്ട് ഈ വിധിയെക്കുറിച്ച്. നമ്മൾ സംതൃപ്തരല്ല അല്ലെ? മെമ്മറി കാർഡ് അനധികൃതമായി കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ഞാൻ പലതവണ ആവശ്യപ്പെട്ടു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ റിപ്പോർട്ട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നൽകിയിരുന്നില്ല. പിന്നീട് കോടതി നിർദ്ദേശിച്ച പ്രകാരം മാത്രമാണ് നൽകപ്പെട്ടത്. ഇത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ഒരു ന്യായമായ വിചാരണയ്ക്കായി ജഡ്ജിനെ മാറ്റണമെന്ന ഹർജിയുമായി ഫൈറ്റ് ചെയ്യുമ്പോൾ പ്രതിഭാഗം ഇതേ ജഡ്ജിയെ തന്നെ കേസ് തുടർന്നും
പരിഗണിക്കണം എന്ന ആവശ്യമായി ഹർജിയിൽ കക്ഷി ചേർന്നു. ഇത് എന്റെ സംശയങ്ങൾക്ക് ബലം നൽകുന്നതായിരുന്നു. സ്വാഭാവികം. ഇപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ നമ്മുടെ നിരപരാധി വിധി വന്നതിന് ശേഷം വന്ന് പറഞ്ഞ എന്താണ്, മറ്റൊരു നടിയാണ്, നടി അങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ഈ നിരപരാധിക്കെതിരായ ഗൂഢാലോചനകൾ ഉണ്ടായതെന്നാണ്. ഓക്കെ, അവർക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി അന്വേഷണത്തിന് ആവശ്യപ്പെട്ടൂടെ? എന്റെ ആശങ്കകളും അനുഭവങ്ങളും അറിയിച്ചിട്ട് ബഹുമാനപ്പെട്ട രാഷ്ട്രപതിക്കും ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനും എനിക്ക് കത്തുകൾ അയക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഈ കേസിന്റെ നടപടി ഓപ്പൺ കോടതിയിൽ പൊതുജനങ്ങളും മാധ്യമങ്ങളും നേരിട്ട് കാണാൻ കഴിയുന്ന രീതിയിൽ നടത്തണമെന്ന് ഞാൻ ഈ കോടതിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ആ അപേക്ഷ തീർത്തും നിഷേധിക്കപ്പെടുകയായിരുന്നു. കാരണം പ്രതിഭാഗം അതിനെ എഗൻസ്റ്റ് ആയിട്ടാണ് നിന്നത്. കോമഡി ആലോചിക്കാണ്. അപമാനിക്കപ്പെട്ട സ്ത്രീക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് വരുമ്പോഴത്തേക്ക് കുറ്റം ചെയ്തവനായാലും ഇപ്പൊ കുറ്റം ചെയ്യാത്തവനാണെങ്കിൽ ഓക്കെ, അവർക്ക് പ്രശ്നമില്ലെങ്കിൽ നടക്കട്ടെ, നമുക്ക് അവിടെ ഇങ്ങനെയല്ലേ വിചാരിക്കത്തുള്ളൂ. എന്നിട്ട് എന്ത് പറ്റി? അപ്പൊ അത് കഴിഞ്ഞു. സോ മെനി പീപ്പിൾ ഹാവ് ഇൻസ്പയർഡ് മീ ടു ബി നത്തിങ് ലൈക്ക് ദം. താങ്ക് യു ഫോർ ആൾ ദ ലെസൺസ്. നമ്മുടെ സമൂഹത്തോടാണ് ആക്കിയുള്ള നന്ദി പറച്ചിൽ. നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ സപ്പോർട്ട് ചെയ്യുന്ന വിവരംകെട്ടന്മാരും കൂടി ആലോചിക്കണം. നമ്മൾ ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ട്, ഒരുപക്ഷെ നിങ്ങളുടെ പ്രൊട്ടക്ഷനിന്റെ കീഴിൽ അവർ സുരക്ഷിതരാണ് എന്ന വിശ്വാസത്തിലായിരിക്കും നിങ്ങൾ കഴിയുന്നത്. പക്ഷെ നാളെ ഒരുപക്ഷെ നിങ്ങൾ ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവർക്കും ഇത്തരത്തിൽ ഒരു മോശം അനുഭവം ഉണ്ടായാൽ, കുറ്റം ചെയ്തവൻ പിടിപാടുള്ളവനോ പൈസ ഉള്ളവനോ ഒക്കെ ആണെങ്കിൽ നിസ്സഹായകമായിട്ട് നോക്കി നിൽക്കേണ്ട സ്ത്രീകളായിട്ട് അവർ നിൽക്കും. അപ്പൊ അവരോട് നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കണമെന്നോ അല്ലെങ്കിൽ നിരപരാധി അങ്ങനെയൊന്നും ചെയ്യൂല എന്ന രീതിയിൽ പറയുകയോ, അല്ലെങ്കിൽ നിനക്ക് തോന്നുന്നതാണ് നീ നുണ പറയുന്നതാണ്, നീ കെട്ടിച്ചമയ്ക്കുകയാണെന്ന് പറയുകയൊക്കെ ചെയ്യുമായിരിക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഭാവന എന്ന സ്ത്രീ ഇന്ന് സമൂഹത്തിൽ ഈ നാണക്കേടും ഒക്കെ വെച്ച് ഏറ്റുകൊണ്ട് അവരെ 8 വർഷം ഫൈറ്റ് ചെയ്ത് 6 പ്രതികൾക്ക് ശിക്ഷ കിട്ടി. അതിനർത്ഥം ഇനിയും കോടതികളുണ്ട്. അവിടെയൊക്കെ ഒരു ഫൈറ്റിന് പോയാൽ കൂടുതൽ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടേക്കാം. പക്ഷെ അതിന് കാരണമായത് എന്താണ്? ഈ സ്ത്രീയുടെ ഫൈറ്റാണ്. അവരുടെ മാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്തതാണ്. നമ്മുടെ കേരളത്തിലേക്ക് ഒരു സ്ത്രീക്ക് അങ്ങനെ ഫൈറ്റ് ചെയ്യേണ്ടി വരുന്നത് വളരെ വിഷമകരമാണ്. എന്നാലും അവരത് ഫൈറ്റ് ചെയ്തു. അത് സമൂഹത്തിന് കൂടി ഒരു മെസ്സേജാണ് കൊടുക്കുന്നത്. നഷ്ടമാവുന്നതിനെ കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ അതിന് വേണ്ടി നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഒരു സ്ത്രീക്കും മുന്നോട്ട് വരാൻ കഴിയില്ലെന്നും, ഫൈറ്റ് ചെയ്താൽ നാളെ ഇതൊക്കെ ചെയ്യുന്നവന്മാര് ഒന്ന് പേടിക്കും എന്നും മെസ്സേജ് തരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക. ഈ നടി ഇതൊക്കെ ഒളിപ്പിച്ച് അവരുടെ സ്റ്റാറ്റസ് നാണക്കേടാകും എന്ന് കരുതി ഒളിച്ചു വെക്കും എന്ന് കരുതിയായിരിക്കും ഈ കുറ്റം പ്രതി ചെയ്തിട്ടുള്ളത്. പക്ഷെ അവരെന്ത് ചെയ്തു? അവർ ഫൈറ്റ് ചെയ്തു. അതിന്റെ ഫലം എന്താ? കഴിഞ്ഞ 8 വർഷം സമാധാനമില്ലാതെ ഇതിന്റെ പുറകെ നടക്കേണ്ടി വന്നു ഈ നിരപരാധിക്ക്. ഇപ്പൊ ഭയങ്കര ഹീറോയിസം നടത്തി അടുത്ത സിനിമ ഇറങ്ങാൻ പോവുകയാണ്.